Yes, thanks. Good afternoon. Shamira, good afternoon. Merlin, good afternoon. Sanjana, good afternoon. ഇന്ന് നമ്മളെ ലാസ്റ്റ് ക്ലാസ് ആണോ സർ? Yes, today is our last class. Yes. അപ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകണ്ടോളാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇപ്പോ കോൺവെക്കേഷൻ സെറമണിക്ക് നിങ്ങൾ വരുമ്പോൾ കാണാം. അത് അടുത്ത ടീച്ചറെ ക്ലാസ് ഉണ്ടാവട്ടെ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഹരിത. യെസ്, അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾക്ക് വല്ല പാട്ട് പാടണമെങ്കിൽ പാടിക്കോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ. ഹരിത, യെസ്. അപ്പൊ ആൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ക്ലാസ് സാർക്ക് പാടാൻ അറിയോ? സാർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് നമുക്ക് വഴങ്ങൂല. ഡാൻസ് പാടിക്കോ. ഞങ്ങൾ കോൺവെക്കേഷന് വരുമ്പോ സാർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. എന്നാലും സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. അത് തകർത്തോ പാട്ട്. എന്തോ എനിക്ക് അങ്ങോട്ട് ഇതാവില്ല. പണ്ട് 7, 8 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പാട്ട് പാടി. പാട്ട് അവിടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ പാട്ട് പാടി. അപ്പൊ ആ പാട്ട് പാടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ട്യൂഷൻ ഇല്ലേ. ട്യൂഷൻ അപ്പോ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, ഡൈന എന്നാണ്. അപ്പൊ ഡൈന എന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഡേസി ക്ലീറ്റസ് ഡോക്ടറിനോ മേലിൽ ജോബ് പാടരുത് എന്നുള്ളത്. വലിയ എന്താണ് മേലിൽ പാടരുത്, പാടരുത്. അപ്പൊ അതോടുകൂടി ഞാൻ പാട്ട് നിർത്തി. യെസ്, പാടാൻ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അത്രയ്ക്ക് കർണകടോടമായിരുന്നു അന്നത്തെ പാട്ട് മനസ്സിലായി. അപ്പോ സിസ്റ്റർ ഡേസി ക്ലീറ്റസിന്റെ ഒരു ഗാനത്തോട്, ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് ആരംഭിക്കാം. യെസ്, ഹസീബ എന്ന് പറയുന്നു. യെസ്, അടുത്ത പീരീഡ് ക്ലാസ്സിലൊക്കെ വൈകുന്നേരം പറയുന്നതാണ്. ടീച്ചർ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫാത്തിമത്ത്. ഓക്കെ, അഫ്താബ്. യെസ്, അപ്പോ എല്ലാവരും തമ്മിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ശരീര. യെസ്, സാധാരണഗതിയിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി സഭ്യതയിൽ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദയവായി. എപ്പോഴും ഓർത്തിരിക്കുക, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാമോ. വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ. വുഡ് യു പ്ലീസ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരംഭിക്കേണ്ടത് എപ്പോഴും പ്രസന്റ് ടെൻസ് കൊണ്ട് വെർബാണ്. വുഡ് യു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. വുഡ് യു പ്ലീസ് കഴിഞ്ഞാല് എപ്പോഴും
ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ആരംഭിക്കുന്നത് വെർബായിരിക്കും. പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബായിരിക്കും. വുഡ് യു പ്ലീസ്? മെർലിൻ, Yes, sir. വെറുതെ ഒരു വുഡ് യു പ്ലീസ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞേ. Would you please close the door? യെസ്, കറക്റ്റ് ആണ്. വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ? ദയവായിട്ട് ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ? ഓക്കെ, വേറെ ഒന്നും പറഞ്ഞേ. Would you please drink tea? യെസ്, വുഡ് യു പ്ലീസ് ഗെറ്റ് ടീ? അതാണ് ഉദ്ദേശിച്ചത്. Yes, sir. യെസ്, ഒരു ഗ്ലാസ് ഒരു ചായ തരാം. വുഡ് യു പ്ലീസ് ഗെറ്റ് ടീ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. സജിന, വുഡ് യു പ്ലീസ് വരുന്ന ഒരു വാചകം പറഞ്ഞേ. വുഡ് യു പ്ലീസ്? സജിന, യെസ്. വുഡ് യു പ്ലീസ്? Could you please wait a moment? യെസ്, കറക്റ്റ് ആണ്. വുഡ് യു പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്? കേട്ടോ, ഒരു നിമിഷം ഒന്ന് കാത്തു നിൽക്കാം. വുഡ് യു പ്ലീസ് വെയിറ്റ്? WAIT, വെയിറ്റ്. കറക്റ്റ് ആണ്. വുഡ് യു പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്? കറക്റ്റ്. വേറെ ഒന്ന് പറയാം. Could you please be quiet? യെസ്, വുഡ് യു പ്ലീസ് കീപ് ക്വൈറ്റ്? ദയവായിട്ടൊന്ന് ശാന്തമായിട്ട് ഇരിക്കാമോ? വുഡ് യു പ്ലീസ്? അതിന് ശേഷം കീപ്, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് കീപ് ക്വൈറ്റ്. വൺ മോർ. Could you please close the window? യെസ്, വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ പറഞ്ഞു. വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ പറഞ്ഞു. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, അപ്പൊ വുഡ് യു പ്ലീസ് എപ്പോഴും ഓർത്തിരിക്കുക. ആരോട് എന്ത് പറയുമ്പോഴും എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിന് തൊട്ടുമില്ലപ്പോഴും വുഡ് യു പ്ലീസ് ചേർക്കുക. ദയവായി എന്നാണ്. അപ്പൊ കുറച്ചും കൂടി പൊളൈറ്റ് ആണ് വാക്യം. കുറച്ചും കൂടി പൊളൈറ്റ്. വുഡ് യു പ്ലീസ്? Sir, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. Would you please listen to me? Would you please listen to me? ഞാൻ പറയുന്നത് കേൾക്കാമോ? കറക്റ്റ് ആണ്. Would you please listen to me? Then ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഹൈഡ്രോജൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അത് ഒരെണ്ണം പറഞ്ഞു. വുഡ് യു പ്ലീസ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ. അങ്ങനെ ഒരു ഫ്രേസ് ഇംഗ്ലീഷിൽ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ. ആ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നുള്ള ഇംഗ്ലീഷ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അത് വേറൊരു രീതിയാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ദയവായി എന്നെ ഒന്ന് സഹായിക്കാൻ. അപ്പൊ അത് മറക്കണ്ട. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. അത് വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പോലെ തന്നെ പറയുന്ന വേറൊരു കൺസ്ട്രക്ഷൻ ആണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. ഇഫ് യു ഡോണ്ട്. Okay, may I? പറഞ്ഞോളൂ ചാൻസി. Sir, if you don't mind, could you please say that again എന്നുള്ളത് പറയാൻ പറ്റുമോ? രണ്ടും കൂടി ചേർത്ത് പറയാൻ പറ്റുമോ? രണ്ടും കൂടി ചേർത്ത് പറയാനല്ല. യെസ്, യെസ്. If you don't mind അല്ലെങ്കിൽ could you please മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നർത്ഥം. ഏതേലും ഒന്ന്. ഇഫ് യു ഡോണ്ട് മൈൻഡ് തോന്നി താങ്കൾക്ക് വിരോധമില്ല. Okay. യെസ്, ഓക്കെ, ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്, താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എഡിറ്റ് അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ? ഓക്കെ, താങ്ക്സ്. നാൻസി എന്നെ പറഞ്ഞോ. If you don't mind, please use the answer. If you don't mind, may I sit here? If you don't mind, may I sit here? yes. May I sit you? Yes. If you don't mind, please help me. Yes. If you don't mind, please that again. Please say that again. Yes. Okay. 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 Yes. Okay. Very good. Very good. Very good. Very good. Yes. ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു വാചകമാണ് നമ്മൾ ചോദിക്കാറില്ലേ, ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നുള്ളതിന് പകരം മൈൻഡ്,
അത് കറക്റ്റ് ആണ്. വുഡ് യു മൈൻഡ്. അപ്പൊ വുഡ് യു മൈൻഡ് ചോദിക്കുമ്പോ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞാൽ എപ്പോഴും ing ഉള്ള വാക്ക് ഉപയോഗിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ വുഡ് യു പ്ലീസും ഇഫ് യു ഡോണ്ട് മൈൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ പ്രസന്റ് ടെൻസ് ഉള്ള വെർബാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് വുഡ് യു മൈൻഡ് കഴിഞ്ഞാല് എപ്പോഴും ing ഉള്ള വെർബെ ഉപയോഗിക്കുക. ing ഉപയോഗിക്കുക. നമ്മൾ ചോദിക്കാറില്ലേ? യെസ്, ഓക്കെ, ഡു യു മൈൻഡ് ഡൂയിങ് ദിസ്? ഓക്കെ, ഡാൻസിങ്. ഓക്കെ. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്? അല്പം നീങ്ങിയിരിക്കുന്നതിന് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ടേണിങ് ദ വോളിയം എ ബിറ്റ് ലോവർ? ആ ശബ്ദം ഒന്ന് അല്പം കുറക്കുന്നതിന് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ഓർത്തിരിക്കുക. വുഡ് യു മൈൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ing ആയിരിക്കും പിന്നീട് ഉപയോഗിക്കുന്നത്. സിസ്റ്റർ ഡേസി ക്ലീറ്റസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. വുഡ് യു മൈൻഡ് ഇവിടെ ing ഒന്ന് പറഞ്ഞു. Would you mind? അതെ കറക്റ്റ് ആണ്. ing Would you mind opening the gate? Yes. Would you mind opening the gate? Open the gate ഇല്ലല്ലോ, opening the gate. കറക്റ്റ് ആണ്. വേറെ ഒന്നും. Would you mind waiting a moment for me? Would you mind waiting a moment? Correct. Would you mind waiting a moment? Okay. Very good. Would you mind waiting a moment? Yes. Rashi. Yes. Okay, Sanjana, correct. Would you mind waiting for a few minutes? Yes. Okay. Shami, Rashi. Yes, sir. Pardon. Would you mind closing the door? Yes. Would you mind closing the door? Correct. Close alla ing ആയിരിക്കണം. Would you mind closing the door? Yes. Would you mind opening the window? Okay, Aftabe. Correct. Yes. Okay. എപ്പോഴും അങ്ങനെ എന്നുള്ള രീതിയിൽ പറയരുത്. പൊളൈറ്റ് ആയിട്ട് പറയപ്പെടും. യൂസ് ദ പൊളൈറ്റ് വേർഡ്സ്. യെസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ പുതിയതായിട്ട് കണ്ടു. വുഡ് യു മൈൻഡ് വുഡ് യു മൈൻഡ് യൂസിങ് യുവർ ഫോൺ? കേട്ടോ, വുഡ് യു മൈൻഡ് യൂസിങ് യുവർ ഫോൺ? യെസ്. ഇനി നമുക്ക് അടുത്തിലോട്ട് വരാം. ഇനിയിപ്പോ നമ്മള് ഒരാളെ കണ്ടു, അപ്പൊ അവരുടെ പേര് നമുക്കറിയില്ല. നമുക്കത് ചോദിക്കാം. യുവർ നെയിം പ്ലീസ്. അങ്ങനെ ചോദിക്കും. എന്താണ് താങ്കളുടെ പേര്? പറയും. വാട്ട് ഈസ് യുവർ നെയിം? അത് ചോദിക്കാം. യുവർ നെയിം പ്ലീസ്. വാട്ട് ഈസ് യുവർ നെയിം? യെസ്. ഓക്കെ. അപ്പൊ എപ്പോഴും ചോദിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം. അഫ്താബേ, അഫ്താബ്. യെസ്. ചോദ്യം ഇതാണ്. അഫ്താബ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, വഴി അറിഞ്ഞൂടാ. ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പാണ്, ലൊക്കേഷൻ ഒന്നും അറിയാൻ പാടില്ല. അവിടെ നിന്ന് ഒരാളോട് ചോദിക്കുകയാണ്, ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പറയാമോ? വുഡ് യു പ്ലീസ് വെച്ച് ചോദിച്ചു. ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പറയാമോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്, പോസ്റ്റ് ഓഫീസ് എവിടെയാണ്, വുഡ് യു പ്ലീസ് എന്ന് ചോദിക്കുമ്പോ അത്രയും വരെ കറക്റ്റാണ്. വുഡ് യു പ്ലീസ്, പിന്നെ പ്രസന്റൻസ്. വുഡ് യു പ്ലീസ് ടെൽ മീ? വുഡ് യു പ്ലീസ് ടെൽ മീ? ദയവായി എന്നോട് പറഞ്ഞാലും. യെസ്. ഓക്കെ, ദാൻസി, ഞാനിവിടെ പറയാൻ പോയത് കാര്യം അതാണ്. നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്ന പോലെ വേർ ഈസ് ദ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നത്.
ആ ഈസില്ലേ, ആ ഈസ് എപ്പോഴും ലാസ്റ്റ് പറയും. വേർ ഈസ് ദ ഹോസ്പിറ്റൽ, എവിടെയാണ് ഹോസ്പിറ്റൽ നമ്മൾ ചോദിക്കാറില്ലേ? വെയർ ദ ഹോസ്പിറ്റൽ ഈസ്, ആ ഈസ് ലാസ്റ്റ് കൊണ്ടുവരും. യെസ്, അപ്പൊ നമുക്ക് പറയാം, വുഡ് യു പ്ലീസ് ടെൽ മീ വെയർ ദ ഹോസ്പിറ്റൽ ഈസ്. വുഡ് യു പ്ലീസ് ടെൽ മീ വെയർ ദ ഹോസ്പിറ്റൽ, വെയർ ഈസ് ദ ഹോസ്പിറ്റൽ ചോദിക്കുന്നത് വെയർ ദ ഹോസ്പിറ്റൽ ഈസ്. ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വുഡ് യു പ്ലീസ് ടെൽ മീ വെയർ ദ ബസ് സ്റ്റാൻഡ് ഈസ്, വെയർ ദ ബസ് സ്റ്റാൻഡ് ഈസ്. ഓക്കെ, അങ്ങനെ ഒരു വാചകം പറഞ്ഞു നിർത്താമേ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്ത് വിടുമെന്ന് വിചാരിക്കാം. യെസ്, ഷാനി ഫിറോസെ ഒരു വാചകം പറഞ്ഞു. വുഡ് യു പ്ലീസ്, Would you please tell me where the pen is? യെസ്, Or would you please tell me where the medical shop is? where the medical shop is. Correct. Would you please tell me where the medical shop is? But the answer was, would you please tell me where the mosque is? Would you please tell me where the Shamir Rashi is last one? Would you please tell me where the temple is? Correct, correct, correct. Yes. Okay. ഇനി സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ചെയ്തോട്ടെ, പോയിക്കോട്ടെ, എടുത്തോട്ടെ, ഉറങ്ങിക്കോട്ടെ, അതൊക്കെ ചോദിക്കാറില്ലേ? വളരെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് മേ ഐ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഷാൽ, എസ് മേ ഐ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഷാലൈ എന്ന് ചോദിക്കാം. ഷാലൈ, യെസ്, ഓക്കെ ഓക്കെ. ഷാലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഷാലൈന്നോ ക്യാനൈ, ഷാലയാണ് കുറച്ചുകൂടി സ്റ്റൈലായിട്ടുള്ള സംഗതി, കുറച്ചുകൂടി ഉപയോഗിക്കുന്നുണ്ട് ഷാലൈ കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഒരു എക്സാമിന്റെ മുറിയുടെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മേ ഐ കമിൻ സാർ അല്ലെ? മേ ഈസ് യൂസ്ഡ് ഫോർ എ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ഐ സ്റ്റാർട്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തേ. ഷാൽ ഐ കം, യെസ്, അത് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉണ്ട്. എന്തായാലും ഞാൻ വന്നോട്ടെ. ഷാൽ ഐ കം, യെസ് യെസ്. അപ്പൊ കുറച്ച് സംഗതി അവിടെ ഇരിക്കുകയാണ്, അതൊന്ന് ഫിനിഷ് ചെയ്യണം. ഷാൽ ഐ ഫിനിഷ് ഇറ്റ് എന്നാണ്. പക്ഷെ ഫിനിഷ് എന്ന് പറയേണ്ട ഷാൽ ഐ, യെസ്. ഷാൽ വി ഗോ, പോയാലോ, നമുക്കൊന്ന് നടക്കാൻ. ഷാൽ ഐ ഗോ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ. ഷാൽ ഐ ടേക്ക് യു ഫോട്ടോ? ഓക്കെ, ഫാൻസി. ആൻഡ് ഷീ, Yes, sir. അതുപോലെ ഷാലൈ വരുന്ന ഒന്ന് രണ്ട് സെന്റൻസ് പറയും. ഷാലോ മേയോ ആദ്യം ഉപയോഗിക്കുന്നത്. Shall I open the door? യെസ്, ഷാലൈ ഓപ്പൺ ദ ഡോർ, കറക്റ്റ് ആണ്. Shall I close the window? യെസ്, കറക്റ്റ്. ഷാലൈ ക്ലോസ് ദ വിൻഡോ, കറക്റ്റ് ആണ്. Shall I call him? ഷാലൈ കോൾ ഹിം, ഞാൻ അവനെ വിളിച്ചോട്ടെ, കറക്റ്റ് ആണ്. Shall I help you? യെസ്, ഷാലൈ ഹെൽപ്പ് യു. അവിടെ നമ്മള് ഹെൽപ്പ് എന്നുള്ളത് ഉപയോഗിച്ചില്ലെങ്കിലും ഷാലൈ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് അതിനകത്ത് അണ്ടർസ്റ്റുഡ് കയറി വരും. ഇപ്പോ കുറച്ച് പേര് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, അവർക്ക് വിളമ്പി കൊടുക്കുന്നത് അപ്പൊ അടുത്തൊരു പീസ് ചിക്കനെ വേണമെങ്കിൽ ഷാലൈ എന്ന് പറഞ്ഞാൽ മതി. ഷാലൈ ഗിവ് യു എ പീസ്, അവിടെ ഷാലൈ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഹരിത പറഞ്ഞോളൂ. Shall I go to school? Shall I? യെസ്. ഷാൽ ഐ ഗോട്ട് എന്നുള്ളത് അപ്താവ് ഗെറ്റ് തന്നെ. യെസ്, ഷാൽ ഐ ഗെറ്റ് ടു ഷോപ്പിംഗ്, പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് കേട്ടോ. പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് യൂസ് ഓൾവേസ്. ഷാൽ ഐ കോൾ എ ടാക്സി ഫോർ us? യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഷാലു ആദ്യം വന്നു കഴിഞ്ഞാലും മേ ആദ്യം വന്നു കഴിഞ്ഞാലും
It is used as a polite request. വളരെ പൊളൈറ്റ് ആയ ഒരു റിക്വസ്റ്റ് ആണ്. യെസ്. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ പറയാറില്ലേ, നമുക്ക് ചെയ്താലോ, നമുക്കങ്ങ് തുടങ്ങിയാലോ. യെസ്, അങ്ങനെ പറയാറില്ല. നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ, അത് വന്നിട്ടില്ല, നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, അങ്ങനെ നമുക്ക് ചെയ്താലോ, നമുക്ക് പോയാലോ, നമുക്ക് എടുത്താലോ, അങ്ങനെ പറയില്ലേ. അതിനെ പറയും ഉപയോഗിക്കുന്നതാണ് ഹൗ എബൌട്ട്. ഹൗ എബൌട്ട്. ഹൗ എബൌട്ട് എന്നുള്ള വേർഡ് കഴിഞ്ഞാലും മറക്കരുത് പിന്നീട് ഉപയോഗിക്കേണ്ടത് ING ഫോമുണ്ട്. അപ്പൊ വേണമെങ്കിൽ കുറച്ച് പേര് കൂട്ടി നിൽക്കുകയാണ്, ഇനി 2-3 പേര് കൂടി വരാനുണ്ട്, അവർ കൂടി കാത്തു നിന്ന് കഴിഞ്ഞാൽ നേരെ പോകും. അപ്പൊ വേണമെങ്കിൽ കറക്റ്റാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഹൗ എബൌട്ട്, ഓക്കെ ഷാനി, ഹൗ എബൌട്ട് ഗോയിങ്. ഹൗ എബൌട്ട് ഗോയിങ് എന്ന് പറഞ്ഞാല് നമുക്ക് പോയാലോ. യെസ്, ഹൗ എബൌട്ട് വെയിറ്റിംഗ് 5 minutes. 5 മിനിറ്റ് കൂടി നമുക്ക് കാത്തു നിന്നാലോ. അവിടെയൊക്കെ നമ്മൾ ഹൗ എബൌട്ട് ചെയ്യാറുണ്ട്. ഹൗ എബൌട്ട് വാച്ച് എ മൂവി ടുനൈറ്റ്. ഹൗ എബൌട്ട് കഴിഞ്ഞാല് മറക്കണ്ട, പിന്നെ ING ഫോമുണ്ട്. വാച്ചിങ് എ മൂവി. ഹൗ എബൌട്ട് വാച്ചിങ് എ മൂവി. ഹൗ എബൌട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക ING ഫോമുണ്ട്. യെസ്, പ്രസീത. യെസ്, ഹൗ എബൌട്ട് മീറ്റിംഗ് ടുമോറോ. നല്ല വാചകമാണ്. നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ. യെസ്, അങ്ങനെ ചോദിക്കില്ലേ. യെസ്, പറഞ്ഞോളൂ. ഹൗ എബൌട്ട് വെച്ച് വാചകപ്പെടുത്തേ. How about sleeping? Yes. Sleeping bed എന്നുള്ളത് നമുക്ക് ബെഡ് മാറ്റിയിട്ടേ at 10 o'clock. അതൊരു സമയം പറഞ്ഞു വയ്ക്കുക. അപ്പൊ കുറച്ചുകൂടി ഒന്ന് 10 മണിക്ക് ഉറങ്ങിയാലോ, അങ്ങനെ പറയില്ലേ. യെസ്, കുറച്ചുകൂടി ഭംഗിയാക്കാനാണ്. യെസ്. ആക്കിയിട്ട് പറയാം. ഡാൻസ് പറയുന്നു ഹൗ അബൌട്ട് ഓർഡറിങ് സം ഫുഡ്. നല്ല വാചകമാണ്. നമുക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്താലോ. യെസ്, ഹൗ അബൌട്ട് സ്ലീപ്പിംഗ് അറ്റ് 10 o'clock. 10 മണിക്ക് നമുക്ക് കിടന്നാലോ. യെസ്, ഓക്കെ ഓക്കെ, നല്ല വാചകം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ബ്രേക്ക്. വെരി ഗുഡ്. നമുക്ക് ഇപ്പോൾ ബ്രേക്ക് എടുത്താലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. ഇതിനു വേണ്ടിയിട്ടാണ് ഡാൻസ് ബ്രേക്ക് എടുക്കേണ്ടത്. വെരി ഗുഡ്. യെസ്, ഹൗ അബൌട്ട് ഗ്രാബിംഗ് എ കപ്പ് ഓഫ് കോഫി. ഓക്കെ പ്രസീത. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പറഞ്ഞ മനസ്സിലായല്ലോ. ഹൗ അബൌട്ട് ഈസ് യൂസ്ഡ് ആയാലോ, എടുത്താലോ, ചെയ്താലോ, പോയാലോ, പറഞ്ഞാലോ, അങ്ങനെ വരുമ്പോഴാണ് ഹൗ അബൌട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പ്രസീത ഹൗ അബൌട്ട് കഴിഞ്ഞിട്ട് ING ഫോം കൊടുക്കുക. അപ്പൊ ഹൗ അബൌട്ട് മീറ്റിംഗ് കേട്ടോ. ഇപ്പൊ നമ്മള് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പഠിച്ചപ്പോ ഓക്കെ തന്ത്രി ഞാൻ നേരത്തെ കണ്ടു, ഇത് നോക്കിയപ്പോ കണ്ടില്ല. ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം. യെസ്, നോ പ്രോബ്ലം. യെസ്, അപ്പൊ ഓക്കെ, നോ പ്രോബ്ലം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മൾ തമ്മിൽ കാണാനുള്ള സാധ്യത കുറച്ച്. സാറിന്റെ പാട്ട് പാടോ? ഞാനത് ഹരിതിനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ഹരിത ഒരു പാട്ട് പാടും. സാറിന് പാട്ട് ഞാൻ പാടാം. സാറ് പാടി ഞങ്ങൾ കൂടെ പാടാം. നാല് വരി സാറ് പാടുവാണെങ്കിൽ. ഞാനേ പാട്ടത്ര എക്സ്പെർട്ട് അല്ല ഹരിത. 2 വാക്ക് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. പാട്ട് പാടി കഴിഞ്ഞാൽ ഞാൻ പാടിക്കോളാം. 2 വരി, ഒരു 2 വരിയെങ്കിലും പാടാൻ പറ്റും. ഹരിത പാടും. ഇതേ അവിടെ നമ്മളൊരു പ്രാർത്ഥന ഗാനം ആലപിക്കാൻ സിസ്റ്റർ ബേസിക് ലീറ്റേഴ്സിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്പിട്ട് നിൽക്കുകയാണ് സിസ്റ്റർ. യെസ്, ഷാനിക്ക് പാടാൻ തോന്നുന്നുണ്ടെന്ന് അല്ലേ? ഇനി ലാസ്റ്റ് ക്ലാസ് ആയിട്ടാ. ആർക്കെങ്കിലും എന്തെങ്കിലും പാടാനോ പറയാനോ ഉണ്ടെങ്കിൽ പറഞ്ഞോളണ്ട.
യെസ്, ഭൂമി ഉരുണ്ടതാണ്, അതുകൊണ്ട് വീട്ടിൽ കണ്ടുമുട്ടാം അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, കറക്റ്റാണത്. കണ്ടുമുട്ടും, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും. ഒരു പ്രാവശ്യം കാണാൻ സാധ്യതയാണ്. ഓൺ വെക്കേഷൻസിന്റെ പിടിക്ക് വരുമ്പോൾ ചിലപ്പോ കാണാൻ സാധ്യത. യെസ്, പറയാൻ പറ്റില്ല അല്ലേ? ചിലപ്പോ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടും. യെസ്, ഓക്കെ. നിങ്ങൾ വളരെ നല്ല കുട്ടികളായിരുന്നു കേട്ടോ. എനിക്ക് വളരെ എന്താ പറയാ, കുറച്ച് ഓക്കെ 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 ഓക്കെ. യെസ്, ശരിയാണ് ഷൈൻ. കാരണം ഇത്തിരി തലയിലൊക്കെ ഇത്തിരി ആളെന്നൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ടായിരുന്നു. അതാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയില്ലേ, ഒരു മൂള ഉള്ള കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നത്. ചിലപ്പോ നമ്മൾ പറയില്ല വേക്കന്റെ ആളാണ്, വേക്കന്റെ അല്ല, തലയിലൊക്കെ ഇത്തിരി ആളെന്നൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ മൂളയുള്ള കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു നിങ്ങളെല്ലാവരും. അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ. യെസ്, തലയിൽ ആൾതാമസം ഉണ്ടേ. യെസ്, ആൾതാമസം ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്. ആൾതാമസമുള്ള കൂട്ടത്തിൽ. യെസ്, കറക്റ്റ് വേർഡാണ്. ഓക്കെ, നാൻസി, ആൾതാമസമുള്ള കൂട്ടത്തിൽപ്പെട്ടത്. യെസ്, ഓക്കെ. അപ്പൊ അത് ഞാൻ നിങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ MT ടോൾവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ബാച്ച്. കാരണം യെസ്, ഓക്കെ, നാൻസി, അത് യൂസ് ചെയ്യാൻ പറ്റും ബാച്ചിന്. കാരണം അവര് ലാസ്റ്റ് ആയപ്പോ ഒരു കുട്ടിയെ, അപ്പൊ അത് പറയുന്നത് മറ്റേ കുട്ടി അത് ഈ സ്കൂളിൽ കയറി, മറ്റേ കുട്ടിയോ അത് മറ്റേ സ്കൂളിൽ കയറി. ഇതെല്ലാം ലാസ്റ്റ് പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയില്ലേ അത് പറയുന്നത്, സാറേ അടുത്ത ബുധനാഴ്ചത്തോടേക്ക് ഞാൻ എന്റെ സ്കൂളിൽ അതൊക്കെ എല്ലാവരും ഏതാണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് പ്ലേസ്മെന്റ് ആയി. വേറോട് പറയാറുണ്ട്, കോൺവെക്കേഷൻ പറഞ്ഞു, ഇത് വളരെ ലക്കിയസ്റ്റ് ബാച്ച്, ഇത് വളരെ ഭാഗ്യമുള്ള ബാച്ച്. ഇത് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് ആളെന്നൊക്കെ കൊണ്ട് ആൾതാമസം കൊണ്ട്. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പാടുന്നതിന്? ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ മാമഴത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛന്റെ പിൻവിളി കേൾക്കാൻ. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായി ഉണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം. ഇനിയും 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 കൊതിയോടെ കാത്തിരിക്കാം ഞാൻ മാമഴത്തണലിലുറങ്ങാം. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛന്റെ പിൻവിളി കേൾക്കാൻ. കൊള്ളാവോ സാർ പാടിയത്? ഇതൊരു സിനിമാ ഗാനം സാർ, സിനിമ സോങ്സ് ആണ്. അതൊരു പുതിയ പടം, ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്, ഒരു പടം ഉണ്ടല്ലോ. ലളിതഗാനത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഈ ഒരു മൂമെന്റ് പാടാൻ പറ്റിയ പാട്ടാ, അതുകൊണ്ട് ഞാൻ പാടിയത്. ഇനി ഒരു ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ അവരിത് പാടിയ നോക്കിയതാ, പാടിയതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആദ്യം പാടാൻ പറഞ്ഞ സിസ്റ്റർ ബേസിക്കലി മനംമാറ്റം വന്നോ? സാറേ എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ വിചാരിച്ചു പാടാൻ പോകരുത്, പാടാൻ അറിയില്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബിൽഡപ്പ് കൊടുത്തത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും പാടും? തൻസി പാടാം. തൻസി പാടുമല്ലോ. തൻസി ഷാനിയും പാടും നല്ലോണം. അതെ, തൻസി പാടും. അല്ല തൻസി
നാൻസി, ഷാനി ഒരെണ്ണം റെഡിയാക്കി. സാർ വേണോ സാർ? ഓക്കെ വേണം. ആ ഇനി അവസാന ക്ലാസ്സിൽ പാടാൻ പറ്റില്ല. കരുണാമയനേ കാവൽ വിളക്കി കനിവിന്നാളമേ, കരുണാമയനേ കാവൽ വിളക്കി കനിവിന്നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം നിന്നിൽ ചേർക്കണേ, അഭയം നൽകണേ. മതി സർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സൗണ്ടാണ് നാൻസി. ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? ഒരു മറുപത്തൂർ കനവ്. യെസ്, ഈ ഒരു മറുപത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോ അതിൻ്റെ അത് ലാൽ ജോസിന്റെ ഫസ്റ്റ് ആദ്യമായിട്ട് സഹസംവിധാനം സ്വതന്ത്രാണ്. സഹസംവിധാനം അല്ലായിരുന്നു. അല്ല, അതിനകത്ത് സംവിധാനം. യെസ്, ഫസ്റ്റ് സംവിധാനം ചെയ്ത സിനിമയാണ് ഒരു മറുപത്തൂർ കനവ്. സഹസംവിധാനം മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്ത സിനിമ അതാണ്. ഞങ്ങൾ ഈ സിനിമ കണ്ടതിന് ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സിനിമ കണ്ടത് ഇവിടെ പള്ളി പെരുന്നാളിന്റെ സമയത്ത് ഈ പുറത്തിങ്ങനെ വലിയ ഇത് സ്ക്രീനിൽ വെച്ചിട്ട് പടം വെക്കും. അങ്ങനെ ഞങ്ങൾ ഫാമിലി പെരുന്നാളിൽ പോയി കണ്ട പടമാണ് ഇത്. നൈറ്റില് നല്ല രസമായിരുന്നു. സാറേ എനിക്ക് പാടാൻ അറിയില്ല സാറേ. ഷാനിക്ക് പാടാൻ അറിയാവുന്ന ആരോ പറഞ്ഞില്ല. ചുമ്മാ പറയണ സാറേ, എനിക്ക് തൊണ്ടവേദനയാണ്. ഞാന് സിസ്റ്റർ ഡെയ്സി സിസ്റ്റർക്ക് പാടാൻ വേണ്ടി പറ്റില്ല. സാറ് ഫസ്റ്റ് ഒരു ഒരു ഭക്തിഗാനം പാടാൻ പറഞ്ഞു എന്ന രീതിയിൽ മാത്രമേ രണ്ടുപേരും പാടിയെന്നേ ഉള്ളൂ. ഒന്നും തോന്നരുത് ഇപ്പൊ. സിസ്റ്റർ ഡെയ്സിലേക്ക് പാടൂ. മനസ്സിൽ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും. 4 പേര് പാടാലോ? ഇല്ല സാറേ, ഞാൻ പാടില്ല. ഇന്ന് ആ പള്ളിയിൽ പാടിയ പാട്ടില്ലേ? കമ്മ്യൂണിയൻ സമയത്ത് പാടിയ പാട്ടില്ലേ? ആ പാട്ട് പാടിയ പാടി. ഏത് പാട്ടാ? കുർബാനക്ക് കൊടുത്ത സമയത്ത് പാടിയൊരു പാട്ടില്ലേ? സമയത്ത് പാടിയിട്ട് ഹോസ്റ്റലിലൊന്നും പാടിയില്ല കുർബാന. ലാസ്റ്റ് ക്ലാസ്സാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സാറിന് തരാൻ പറ്റില്ല. രണ്ടുപേരും എന്റെ പാട്ട് കൊള്ളുമ്പോൾ ഞാൻ പാടാറില്ല, സ്വരം കൊള്ളില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ പാടുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് വോയിസ് കറക്റ്റ് ആയിരിക്കും. ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ആൺകുട്ടികളുടെ വോയിസ് റഫാവും, പെൺകുട്ടികളുടെ വോയിസ് സ്വീറ്റ് ആവുന്നതാണ് അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് 4 പേര് പാടാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ വെറുതെ എന്താ പറയാ, സാർക്ക് അറിയായിരിക്കും. മറ്റേ ആ പാട്ടൊന്ന് പാടിത്തരും സിസ്റ്റർ. ആ ഒരു നാദാ നിന്നെ കാണാം, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്തിഗാനാണ്. അതൊന്ന് പാടിത്തരുന്നെങ്കിൽ 2 വരി മതി. റിക്വസ്റ്റ് ആണ് സിസ്റ്റർ. കണ്ടിട്ട് പോലും ഇല്ല സിസ്റ്ററിനെ. 2 വരി പാടണം. 2 വരിയെങ്കിലും 2 വരി 2 ലൈൻ പാടിയാൽ മതി ഡെയ്സി സിസ്റ്റർ. 2 വരി ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. അത് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റില്ല. എനിക്ക് ആ പാട്ടിന്റെ വേഴ്സൊന്നും അറിയത്തില്ല. 2 വരി ഉള്ളി 2 വരി വേറെ 2 വരി. നമ്മളെ ലാസ്റ്റ് ക്ലാസ് അല്ലേ, നമ്മളെ ക്ലാസ് ഒന്നും കയറില്ല, ഫുള്ള് എക്സാമിന് ടെൻഷൻ ഇല്ല. 2 വരി പാടിയാൽ ഏതെങ്കിലും പാട്ട്, പള്ളി പാടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പാടുന്നതോ 2 വരി പാടിയാൽ. ഓക്കെ സിസ്റ്റർ, അതിന്റെ വരികളൊക്കെ റെഡി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പഠിക്കോളൂ സിസ്റ്റർ. Yes, sister is getting ready. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതുണ്ടാവും. അന്ന് ജോബിസാന്റെ ക്ലാസ്സിലെ അസീബ പാടും സാർ. അസീബ 2 വരി എന്നല്ല, നന്നായിട്ട് പാടും അസീബ. ഇവിടെ എല്ലാരും പാടുന്നതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇവർക്കുള്ള കഴിവുകൾ അറിഞ്ഞതാണ്. അപ്പൊ അസീബ നന്നായിട്ട് പാടുന്ന ആളാണ്.
വെറുതെ പറയണയാ. ഞാൻ കുറച്ച് ഓക്കെ. അപ്പൊ സിസ്റ്റർക്ക് നമുക്ക് ആലോചിക്കാൻ, വരികൾ ആലോചിക്കാൻ നമുക്ക് സമയം കൊടുക്കാം. ആദ്യം നമ്മൾ അഫ്താബിലോട്ട് വരെയാണ്. അത് കഴിഞ്ഞ ശേഷം നന്ദിനി, അത് കഴിഞ്ഞ ശേഷം സിസ്റ്റർ ഡേസി ടീച്ചേഴ്സ് കൊടുക്കുക. അപ്പോഴേക്കും വരികൾ 4 വരി ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ അഫ്താബെ. നീരിന്ന വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരെയാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായിക്കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എന്ന്. ഇത്രേ ലൈൻസ് അറിയുള്ളൂ സാർ, കറക്റ്റ് ആയിട്ട് അറിയൂല. അഫ്താബിന് പ്രത്യേകിച്ച് കണ്ടു പറയുന്നത് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറഞ്ഞു. യെസ്, അതിനാണ് ധൈര്യം. ആ ധൈര്യത്തിനാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നന്ദിനി പറയൂ. നന്ദിനി. യെസ്, എനിക്ക് തമിഴ് പാട്ടേ അറിയത്തുള്ളൂ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, തമിഴായാലും കുഴപ്പമൊന്നുമില്ല. பூங்காற்றிலே உன் சுவாசத்தை தனியாக தேடி பார்த்தேன், கடல் மேல் ஒரு துளி வீழ்ந்ததே அதை தேடி தேடி பார்த்தேன், உயிரின் துளி காயும் முன்னே என் விழி உனை காணும் கண்ணே, என் ஜீவன் போம் முன்னே ஓடோடிவா, பூங்காற்றிலே உன் சுவாசத்தை தனியாக தேடி பார்த்தேன், கடல் மேல் ஒரு துளி வீழ்ந்ததே அதை தேடி தேடி பார்த்தேன். യെസ്, നന്ദിനി ഒരു പ്രൊഫഷണൽ ടച്ച് എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് വരിയിലൊക്കെ ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു ടച്ച് കിടക്കും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സർ, ആ ക്രെഡിറ്റ് നമ്മളുടെ തൻസിക്കും ഷാനിക്കൊക്കെയാണ് സർ. കാരണം അവര് ഇപ്പൊ നമ്മള് കോൺവെക്കേഷന് പ്രാക്ടീസ് ചെയ്യുന്നല്ലേ, അപ്പൊ അതിന് കുറച്ച് സോങ്സിന് വേണ്ടി എന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ പാടി ഒക്കെ നടക്കുന്നു. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ഈ പാടാത്തൊക്കെ. പാടും, പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പാടും. പക്ഷെ എന്നാ പോലും എവിടെ കറക്റ്റ് ചെയ്യണം, എന്ത് ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്കത് അങ്ങ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കുറച്ച് കഴിവുകളൊക്കെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്രെഡിറ്റ് സാറിനാണ് കേട്ടോ. ഞാൻ സോപ്പിടുവല്ല, കാര്യമായിട്ടും പറയുക. എനിക്ക് അതിന്റെ ഞാൻ മരിച്ചാൽ പോലും സാറിനോട് ആ ഒരു സ്മരണ എനിക്ക് പോകത്തില്ല സർ. കാരണം എന്നെ തിരിച്ചു കൊണ്ടുവന്ന സാറാ സർ. സത്യമായിട്ടും പറയാം, സാറാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു എന്താ ഇപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് ഒന്ന് ഇറങ്ങാം, നമ്മളെ കൊണ്ട് പറ്റും, ഈ പുറമെ കാണുന്ന അല്ല എന്നുള്ളത് നമ്മുടെ കഴിവുകൾ പുറത്തു വരാനായിട്ട് സാറാ സഹായിച്ചത്. സോ എനിക്കത് അത് ഭയങ്കര ഒരു സാറിന് അത് ക്രെഡിറ്റ്. അത് എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല സാർ, സത്യമായിട്ടും പറയാം. സത്യം വരെ കരച്ചിൽ വരുന്ന എനിക്ക്. പക്ഷെ എനിക്ക് സാറിനെ കാണുമ്പോൾ ഞാൻ അത് ചിലപ്പോ എങ്ങനെയും ഞാൻ അത് റിയാക്ട് ചെയ്ത് പോകും സാർ. ഒന്നും വിചാരിക്കരുത്. ചിലപ്പോ ഓടിയോ ഞാൻ കെട്ടിപ്പിടിച്ചെന്നിരിക്കും സാർ. ഒന്നും വിചാരിക്കില്ല സാർ, കാര്യമായിട്ട് പറയാം. ഞാൻ അത്രയ്ക്കും ഞാൻ സാറിനെ ഒരു ഇതായിട്ട് ഇങ്ങനെ കരുതുക. സാർ എനിക്കും അതാ പറയാനുള്ളത്. സാറിനോട് എനിക്ക് പ്രത്യേക ഒരു ബന്ധമുണ്ട്. കാരണം സാർ ഞാനും അങ്ങനെ പാട്ടൊന്നും പാടാൻ ഇതല്ലായിരുന്നു. സാറ് ക്ലാസ് പാടാൻ പറഞ്ഞതും പാടി തുടങ്ങിയതും ഒരു പ്രത്യേക സാറ് ക്ലാസ് എടുത്ത ഇഷ്ടമാണ്. അതാ എനിക്ക് സാറിന് പ്രത്യേക നന്ദിയുണ്ട്. സാറിനെ കണ്ട ഒരു ബഹുമാനം എപ്പോഴും എനിക്ക് കാണും. ഞാൻ മരിച്ചത് സാറിന് മറക്കത്തില്ല. അത്ര ഒരു ഇതുണ്ട് സാറിനോട്, ഒരു സ്നേഹം എനിക്കും ഉണ്ട്. കാരണം സാറാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ്സിലൊരു ഒരു എനർജി സാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സാറിന് ബഹുമാനം ഇതെല്ലാം ഉണ്ട്. ഞാൻ സാറിന് പറയായിരുന്നു ഈ ഒരു കാര്യം. നന്ദി പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ പറയാൻ വന്നത്. ഞാൻ പറയണം സാറിന്റെ അടുത്ത് മെയിനായിട്ട്. പറഞ്ഞത് ആശ പാടാൻ റെഡി ആയിക്കോളൂ. യെസ്, അപ്പൊ നന്ദിനി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. മുമ്പൊക്കെ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുമായിരുന്നു. എവിടെയോ അതൊക്കെ വെച്ച് കൈമോശം വന്നു പോയി. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ സിസ്റ്റർ ഡെയ്സി ക്ലീറ്റസ്, ഷീ ഈസ് ഗെറ്റിംഗ് റെഡി. ആർ യു ഓക്കെ? ഇനി നോ ഒന്നും പറയരുതില്ല സിസ്റ്റർ ഡെയ്സി ക്ലീറ്റസ്.
ഓക്കെ. സാറേ സത്യമായിട്ട് ഞാൻ പാടാറൊന്നുമില്ല. എന്റെ സ്വരം കൊള്ളില്ല. അതാണ് വിട്. യെസ്, 4 മിനിറ്റ് പാടാം. സിസ്റ്റർ കമോൺ. എത്ര പേരാണ് ഇതിനുവേണ്ടി ഈഗർലി വെയിറ്റിംഗ്? ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. സാറേ സോറി, എനിക്ക് അറിയത്തില്ല പാടാനൊന്നും. യെസ്, ഇത് ഇത്രയും കഴിഞ്ഞിട്ടാണ് പാടാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്നത് വെറുതെ സ്റ്റൈല്. യെസ്, സിസ്റ്റർ അതായിട്ട് പാടാൻ അറിയാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഷൈനി, ആർ യു ഓക്കെ? ഓക്കെ സാർ. തൊണ്ടവേദന വയ്യ എങ്കിലും വെറുതെ പാടുന്നു. ആരോരും പറയാതെ ആരോരും കാണാതെ എല്ലാരും മൂളും ഗാനം വേദനേ. മൗനങ്ങൾ നോവായി മാറും വെണ്ണീരായി നെഞ്ചോടകരും കണ്ണീരായി എന്ന് പാടും നാദം വേഗം മോളും. അഹദായ റഹ്മാനേ അൽവേഗം സുബ്ഹാനേ ആരാധ്യനായോനേ കരുണാമയനായോനേ എല്ലാം അറിയുന്നോനല്ലേ എല്ലാം കേൾക്കുന്നോനല്ലേ. ആരോരും പറയാതെ ആരാരും കാണാതെ എല്ലാരും ഗാനം ഷൈനി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരോടും കാണാതെ ആരോടും പറയരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. സിസ്റ്റർ വരെ പാടി. ഇനി സാർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ ജസ്റ്റ് ട്രൈ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആശ, ആർ യു ഓക്കെ? സാറ് മറക്കണ്ട സാർ, ലാസ്റ്റിൽ സാറ് 2 ലൈൻ കവിതയെങ്കിലും മതി. ലാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാടണം സാറ്. സിസ്റ്റർ പാടിയില്ലേ, എനിക്ക് സാർക്ക് പാടാം. യെസ്, ആശ പാടാലോ. ആശ, ആർ യു ഓക്കെ? ഓക്കെ സർ. യെസ്, അതാണ്. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവേളയിൽ ഏതോ മിഴിനീരിൻ ശ്രുതിമേട്ടുന്നു മോകം തളരും തനവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വീരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവേളയിൽ. മതിയേ? യെസ്, രസമുണ്ടായിട്ടില്ലേ ആശ കേൾക്കാനായിട്ട്? യെസ്, ആശ നല്ല റെൻഡറിങ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഗുഡ് റെൻഡറിങ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ ആയി. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ, നന്നായി. മെർലിൻ, ആർ യു റെഡി? Yes, sir. യെസ്, മെർലിന്റെ അനക്കം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സ് പറയുന്നുണ്ട് മെർലിനോട് 2 വരിയൊന്നും കൂടാൻ. സജിന, ഗെറ്റ് റെഡി. ഓക്കെ. പാടട്ടെ സാർ? യെസ്, കണ്ടിന്യൂ. പോകാതെ മിഴി നനഞ്ഞിടറി തൂവാതെ മായാതെ മനം
പിടയുമൊരു നോവോടെ കണ്ണാടി നിന്റെ കണ്ണിലല്ലേ ഞാൻ തനിയെ കൂടെ ജീവനേകിയില്ലേ കൂരിരുളിൻ പടവിൽ മുന്നിൽ മിന്നി തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാകപ്പൂവിതളേ നീ മായാജാലമേ മായാതെങ്ങുമേ. താങ്ക് യു സാർ. കഴിവിലേക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരല്ലേ കേട്ടാ. വളരെ പമ്മി പമ്മി ഇരുന്നിട്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് സഞ്ജന, ആർ യു ഓക്കെ? സോറി സാർ, ഞാൻ പാടാറില്ല. ഓ എന്നാലും ഒരു രണ്ടുപേര് നമുക്ക് വേണ്ടി കൂടാലോ. ഇല്ല സാർ, ഇല്ല ഇല്ല. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കാണ്? യെസ്, അത് നമുക്ക് പരിഗണിക്കാം. പിന്നെ ആവട്ടെ. യെസ്, ഇനിപടി. യെസ്, പാട്ട് എനിക്ക് അങ്ങനെ ഭാഷ ആവൂല നല്ലത്. അതാണ് ഇപ്പൊ സഞ്ജന പറഞ്ഞ അവസ്ഥയാണ്. യെസ്, ഇപ്പൊ കുറച്ചുകൂടി വിചാരിക്കുന്നുണ്ടാവും നല്ല നന്നായിട്ടൊക്കെ ഓരോരുത്തരും പാടി. ഞാൻ പാടി കഴിഞ്ഞാൽ പടിയാവണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് യേശുദാസിനെ പോലെ പാടുന്നു, എസ് ജാനകിയെ പോലെ പാടുന്നു, നമ്മളെ പോലെ പാടുന്നു. യെസ്, അപ്പൊ അതൊന്നും പേടിക്കണ്ട. യെസ്, ഇനി ആർക്കാണ്? നേരത്തെ പാടിയോട്ടായാലും ചാൻസ് കൊടുക്കും. സാർ ഞാനൊരു തമിഴ് പാട്ട് പാടാം. നേരത്തെ രണ്ടുപേരെ പാടിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു രസം. യെസ്, പഠിക്കും. ചാൻസ് ഒരു പാട്ടും കൂടി. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോതെല്ലാം ഉന്നാവതും താനാട്ടും എൻ കണ്ണുകളിൽ മകളെ ഞാൻ ശ്വാസിക്കും മൂച്ചിലേ ഉന്നാവതും കടന്നിരിക്കും മഴയാകും ஞாபகங்கள் மழையாகும் ஞாபகங்கள் குடையாகும் ஞாபகங்கள் தீமூற்றும் ஞாபகங்கள் நீரோற்றும் ஏதோ ஒரு பாட்டில் என் காதில் கேட்கும் போதெல்லாம் உன் ஞாபகம் தாளாட்டும் உன் கண்களை மகளிலே நான் சுவாசிக்கும் மூச்சிலே நாட்டிக்கும் மூச்சிலே உன் ஞாபகம் கலந்திருக்கும் ஞாபகங்கள் மழையாகும் ஞாபகங்கள் குடையாகும் ஞாபகங்கள் தீமூட்டும் ஞாபகங்கள் நீரோட்டும். നല്ല സൂപ്പർ പാട്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റായിട്ട് എല്ലാവരും പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. എല്ലാരും പാട്ട് പാടിക്കോട്ടെ. യെസ്, ഓക്കെ 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 ഓക്കെ. ദാറ്റ്സ് വെരി ഗുഡ് വെരി ഗുഡ്. പാടിക്കൊള്ളു കരുതാ. എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാമറയത്തവരില്ലേ, എത്ര വിളിച്ചിട്ടും മറുവിളി കേട്ടില്ലെന്നാലും കാതോരത്തവരില്ലേ, ഒരു തീരംബരമായി ഞാൻ എന്നെ തന്നെ തേടും നേരം ആത്മാവിൻ സാന്ത്വനമായി വന്നവനെ പറയൂ ഞാനെവിടെ വിഴികൾക്കിന്നെന്തു തെളിച്ചം, വിഴികൾക്കിന്നെന്തു വെളിച്ചം കാണാമോ, ഒരു മായാജാത പെൺകൊടിയായി
അറിയാതെ ആത്മാവിൽ തൊട്ടു തൊട്ടിവൾ നിൽക്കുമ്പോൾ കാണാമോ കാണാമോ. സാർ ഓക്കെ? ഓക്കെ 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 ഞങ്ങള് പാട്ടിന് ഇനി ബാലൻസ് ഉണ്ടെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. യെസ്. അപ്പൊ ഹരിത കയ്യില് വെറൈറ്റി ഓഫ് നമ്പേഴ്സ് കയ്യിലുണ്ടല്ലേ? യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അഫ്താബെ മനസ്സിൽ എവിടെയെങ്കിലും ലഡുപൊട്ടിയില്ലോ ഒന്നുകൂടി പാടാനായിട്ട്? യെസ്, അത് പാടിക്കും. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ പെണ്ണലായി തലോടും പാട്ടുമാ ഇതൾ മാനൊരോർമ്മയില്ല ഒരു മണ്ണു തുള്ളി പോലെ അറിയാതലിന്നു പോയി നിലാവേ മായുമോ കിനാവും നോവുമാ. ഇത്ര അറിയുള്ളൂ സാറേ. കംപ്ലീറ്റ് ലൈൻസ് ഒന്നും അറിയില്ല, കുറച്ചേ അറിയുള്ളൂ. നല്ല പാട്ടാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, രസമായിട്ടുണ്ട്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ഹിറ്റായി പോയിക്കൊണ്ടിരുന്നൊരു പാട്ടാണത്. യെസ്. ഇനി ആരാണ്? ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? യെസ്. ഉള്ളിലുള്ള സർഗവാസനകൾ പുറത്തേക്ക് വരട്ടെ. പഴയ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കോളേജിലും പഠിച്ച, പ്ലസ് ടുവിലും പഠിച്ച ആ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ എത്തട്ടെ. യെസ്. എന്തിനു ചാടി പുറപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമില്ലേ? യെസ്. മുന്നും പിന്നും നോക്കാണ്ട് യെസ് ഞാനുണ്ട്, അതാണോ ഇതാ എല്ലാം അങ്ങനെ പോയിട്ടുള്ള കാലഘട്ടമില്ലേ? അവകാശ ലെവലിലോട്ട് മനസ്സെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. യെസ്. പിന്നെ ഇനി ആരാണ് പാടിയവർക്ക് പാടാട്ടോ? ഒരു ആൻസൂര്. ആശ, ആർ യു റെഡി? ആശ അടുത്തൊരു പാട്ടിലുള്ള വരികൾ നോക്കിയായിരിക്കും അല്ലേ? യെസ്. അപ്പൊ 6 മാസക്കാലം നമ്മൾ തമ്മിൽ കണ്ടു. യെസ്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ തമ്മിൽ കണ്ടു. യെസ്. കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം പറയണം, പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേറൊരു സ്റ്റൈലാണ്, വേറൊരു സംഗതിയാണ്. അപ്പൊ നമ്മളുടെ ഈ പരിമിതമായ സമയത്ത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹായിക്കാൻ കാണിച്ച് പറയൂ. സോറി സർ, ഞാൻ ഒരു താങ്ക്സ്, ഒരു ചെറിയൊരു താങ്ക്സ് സ്പീച്ച് സാറിന് വേണ്ടി പറഞ്ഞോട്ടെ? Okay, sir. As we come to the end of our classes, sir, I want to take a moment to express my sincere gratitude. Thank you for making me learn so enjoyable and for always encouraging us to do our best. Your dedication has truly inspired me, sir. And thank you so much. Once again, thank you so much for being such a wonderful teacher. I have learned so much for your class, sir, and truly appreciate all your patience and support and guide. And I will miss you, sir, so much. Thank you so much, sir. Okay. Thank you, Nancy, for your touching words from your heart. ഹൃദയസ്പർശിയാവാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. യെസ്. അപ്പോ വീണ്ടും നമ്മൾ കാണും. നേരത്തെ ജാൻസി പറഞ്ഞ പോലെ ലോകം ഉരുട്ടതാണ്. ഇനി നമ്മൾ തമ്മിൽ കാണും. യെസ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ധൈര്യം വരാൻ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വരാനായിട്ട് ഇത് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഞാൻ ആ ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും 100% അറിയുന്നല്ല എങ്കിലും ചെറിയൊരു ആത്മവിശ്വാസം വരാനായിട്ട് ഇത് ഉപകരിച്ചിട്ടുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി സെറിമണിക്ക് കാണാം. നോട്ട് പറയും. സെറിമണിക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, നോട്ട് പറയും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി
സ്നേഹപൂർവ്വം എല്ലാവരോടും യാത്ര പറയുകയാണ്. ഒരിക്കലും ഞാൻ യാത്ര പറഞ്ഞതാണ്, എന്നാലും പിന്നെ എനിക്കറിയാമായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നാളത്തെ കൊണ്ട് അവസാനിക്കുക എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സാർ ഒരു 3 മിനിറ്റും കൂടി ഉണ്ട്. സാർക്ക് ഒരു 2 ലൈൻ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നൂടെ? യെസ്. എന്താ? ഓക്കെ. അപ്പൊ എല്ലാവരോടും റാഷി, നാൻസി, മെർലിൻ, സജിന, സിസ്റ്റർ ഡെയ്സി ക്ലീറ്റസ്, ഷാനി ഫിറോസ്, ആൻഷി, ഫാത്തിമത്ത്, അഫ്താബ്, നന്ദിനി, ആശ, ഹരിത, കല്യാണി, എസ്, എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ്. നമുക്ക് കാണാം. താങ്ക് യു സാർ. താങ്ക് യു സാർ. വിൽ മിസ് യു. താങ്ക് യു സാർ. Thank you, sir. Yes. Thank you, sir. Thank you so much. Okay. Thank you, sir. Thank you so much. Okay. Okay, Nandini. ശരി. Okay, Aftabe. Okay. Thanks to all. Okay. Thank you. സാറിന്റെ എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു സാർ. Yes. Very good.